ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലൂടെ സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഉഴുന്നില്ലാത്ത ഉഴുന്നുവടയാണ്. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. നമ്മൾക്ക് ബാക്കി വന്ന ചോറുണ്ടല്ലോ, അതുകൊണ്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ റെസിപ്പിയിലോട്ട് കിടക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇഞ്ചി അരിഞ്ഞത്, കറിവേപ്പില, മല്ലിയില, പച്ചമുളക്, അതുപോലെ തന്നെ ഒരു സവാളയും ചെറുതായിട്ട് അരിഞ്ഞത്, ഇത്രയും എടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് വേണ്ടത് നമ്മൾക്ക് ചോറാണ്. ബാക്കി വന്ന ചോറ് ഇരിപ്പുണ്ടെങ്കിൽ അത് ഞാനിപ്പം ഈ ചുവപ്പരി മട്ടേരിയാണ് എടുക്കുന്നത്. 2 കപ്പോളം ഉണ്ട്. ഇത് നമ്മൾക്ക് ഉപ്പ് ആവശ്യത്തിന് ചേർത്ത്, പിന്നെ ഒരു അരിപ്പൊടി ചേർക്കണം 1 ടേബിൾ സ്പൂൺ, പിന്നെ 3 ടീസ്പൂണോളം തൈര് ചേർക്കുന്നുണ്ട്. തൈരും കൂടെ ചേർത്തിട്ട് ഇത് നമ്മൾ മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കുക ചെയ്യേണ്ടത്. ഇനി അരച്ചെടുത്തതിന് ശേഷം നമ്മൾക്ക് ഇതിലോട്ട് ബാക്കി നമ്മുടെ ഇതൊക്കെ ഉണ്ടല്ലോ, ഇഞ്ചി, അതുപോലെ അരിഞ്ഞു വെച്ച സാധനങ്ങളെല്ലാം, സവാള, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ഇതിലോട്ട് കുറച്ചുകൂടെ ഉപ്പ് ചേർക്കുവാണ് ഞാൻ. അതിന് ശേഷം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് പിന്നെ നമ്മൾക്ക് റവ, ഞാൻ ഒരു ടേബിൾ സ്പൂണോളം റവയും ചേർക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് മിക്സ് ചെയ്ത് കഴിയുമ്പം നമ്മൾക്ക് നമ്മുടെ ബാറ്റർ റെഡിയായി കഴിഞ്ഞു വട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇനി കയ്യിൽ ഇച്ചിരി എണ്ണ തടവിയിട്ട് സാധാരണ ഉഴുന്ന് വട ഉണ്ടാക്കുന്ന പോലെ ഇങ്ങനെ റൗണ്ട് ആക്കിയിട്ട് അതിൻ്റെ നടുക്കൊരു ഹോൾ ഇട്ട് കൊടുക്കുക. ഉഴുന്ന് വട ഉണ്ടാക്കുന്ന അത്ര കഷ്ടമൊന്നുമില്ല ശരിക്കും, ഇത് ചോറുകൊണ്ടാണല്ലോ, അപ്പോൾ അത് നന്നായിട്ട് തന്നെ ഓട്ടയായിട്ടൊക്കെ വന്നോളും. ഇനി നമ്മൾ എണ്ണ ചൂടാക്കിയിട്ട് ഇത് ഓരോന്നിട്ടിട്ട് വറുത്തെടുക്കുക ചെയ്യേണ്ടത്. നമ്മൾക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം എല്ലാം വറുത്തെടുക്കാൻ, എന്നാലേ ഉള്ളിൽ നന്നായിട്ടൊക്കെ വേവുള്ളൂ, പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ വട ഇങ്ങനെ ഓരോന്നായിട്ടാണ് എടുക്കുന്നത്. ഇത് ചെറിയൊരു പാത്രം ആയതുകൊണ്ട് ഇപ്പം എണ്ണ നമ്മൾക്ക് അധികം യൂസ് ചെയ്യണ്ടല്ലോ, കുഞ്ഞതായിട്ടുള്ള പാത്രം ഉപയോഗിച്ച് കഴിഞ്ഞാൽ. അപ്പം ഇങ്ങനെ ഓരോന്നായിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇപ്പോൾ ആദ്യത്തെ വട റെഡിയായി. ബാക്കിയുള്ളതും കൂടെ ഞാൻ ഉണ്ടാക്കിയതിന് ശേഷം കാണിക്കാം. ഇത് ശരിക്കും നല്ല ക്രിസ്പി ആയിട്ടുള്ള വടയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതിനകത്ത് ഇപ്പം സൗണ്ട് തന്നെ കേൾക്കാൻ പറ്റും. ശരിക്കും നല്ല ക്രിസ്പിയാണ്. അതുപോലെ തന്നെ ഉള്ളിങ്ങനെ നല്ല സോഫ്റ്റായിട്ടും തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ ബൈ.